കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമ. ഓം ചിന്താലേശായ പരമഗുരുവേ നമ. ഓം ചിന്താലേശായ പരമഗുരുവേ നമ. ഓം ചിന്താലേശായ പരമഗുരുവേ നമ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം. ഇന്ന് ഭഗവാൻ ചിന്താലേശൻ്റെ 3 ആശ്രമങ്ങളിലൊന്നായ നെയ്യാറ്റിൻകര ആലയിൽ ആശ്രമത്തിൻ്റെ സപ്താഹവുമായി ബന്ധപ്പെട്ട് നടന്ന അതിൻ്റെ ഗുണഗണങ്ങൾ, കാരണം ഈ 7 ദിവസവും വിലപ്പെട്ടതാണ്. നമ്മളെ ഇത് ശ്രവിക്കുന്ന അല്ലെങ്കിൽ 7 ദിവസത്തെ പാരായണവും നിങ്ങൾ കഥാരൂപത്തിൽ അദ്ദേഹം പറഞ്ഞു തരുന്നത് ശ്രവിച്ച് പോകുന്ന കേൾക്കുകയാണെങ്കിൽ കുഞ്ഞു കുട്ടി പരാധീനങ്ങൾ തൊട്ട്, അതായത് കൊച്ചുകുട്ടികൾ തൊട്ട് മുതിർന്നവരെ ഉള്ളവർക്ക് ആത്മജ്ഞാനം ഉണ്ടാവും എന്നുള്ളതിന് സംശയം വേണ്ട. മാത്രമല്ല, കുട്ടികൾക്ക് ഇത് കേൾപ്പിച്ചു കൊടുക്കുന്നത് അവർ നല്ല വഴി നടക്കാൻ അവരെ സഹായിക്കുമെന്ന് സംശയം വേണ്ട. നമുക്ക് തന്നെ മാറ്റം വരും. നമ്മൾ ആവശ്യമില്ലാത്ത സമയം ദേവകാര്യങ്ങൾക്ക് വിനിയോഗിക്കും, അല്ലാതെ മറ്റ് ദുഷ്ടചിന്താഗതിയിലേക്ക് പോകത്തില്ല. ഈ സമയം ഈ ഗുരുക്കന്മാരുടെ വചനം ശ്രവിക്കുകയും അതുവഴി നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ ആ കുടുംബത്തിന് തന്നെ ഐശ്വര്യം വരും എന്നുള്ളതിന് സംശയം വേണ്ട. ഈ എപ്പിസോഡുകൾ നിങ്ങൾ മുടങ്ങാതെ കാണുക. കാരണം എല്ലാവർക്കും ഇത് മൊത്തം കേട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായതുകൊണ്ട് അതിനെ പ്രധാന ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഉള്ളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് ഈ എപ്പിസോഡുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും കാണുക. അതിനൊപ്പം തന്നെ മക്കളെ ഒക്കെ എല്ലാവരും കേൾപ്പിക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതാണ് ഭാഗവതം നമുക്ക് പഠിപ്പിച്ചു തരണം കേട്ടോ. അതിനുശേഷം ബ്രഹ്മദേവൻ പല പല സൃഷ്ടികൾ നടത്തിയിരുന്ന ആദ്യം ഈ തിരിക്കുകൾ, സസ്യലതാദികൾ, പക്ഷിമൃഗാദികൾ, ജന്തുക്കൾ, അങ്ങനെയുള്ളതിനെയൊക്കെ സൃഷ്ടിച്ചു. പിന്നെ ദേവതകളെ സൃഷ്ടിച്ചു. അവസാനമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. മനസ്സിലായോ? മനുഷ്യൻ്റെ ആദ്യ പിതാവ് ആരാ? സ്വയംഭുവനും ശതരൂപിയാണ്. ബ്രഹ്മാവ് പലതും സൃഷ്ടിച്ചെങ്കിലും തന്നെത്താനെ സൃഷ്ടി ഉണ്ടാവുന്ന സമ്പ്രദായം ഉണ്ടായില്ല. ആദ്യം ബ്രഹ്മാവ് സൃഷ്ടിച്ചത് സനകാദി മഹർഷിമാരെ അത്ര. സനകൻ, സനന്ദൻ, സനാതനൻ, സനത്കുമാരൻ, 4 പേര്. അവരൊക്കെ ഭഗവാന്റെ മഹത്വം അറിയുന്നവരും എല്ലാം ഭഗവാനാണെന്നുള്ള ആ അറിവുള്ളവരുമായിരുന്നു. എല്ലാത്തിനും ഭഗവാനെ ദർശിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് അവർക്ക് സൃഷ്ടിയിൽ താല്പര്യം ഉണ്ടായില്ല. ഭഗവാന്റെ മഹിമ പാടിക്കൊണ്ട് അവർ പോയി. അപ്പോൾ ബ്രഹ്മദേവന് അത് മക്കൾ പറഞ്ഞാൽ കേൾക്കാണ്ടായപ്പോഴത്തേക്ക് ശുണ്ഠി വന്നു. ആ ദേഷ്യം അടക്കിയെങ്കിലും അത് അടങ്ങാതെ നെറ്റിത്തടത്തിലൂടെ ഒരു കരഞ്ഞുകൊണ്ടൊരു കുട്ടിയായിട്ട് വന്നു. അതാണ് രുദ്രൻ. ആ രുദ്രൻ എനിക്ക് പേര് തരാൻ പറഞ്ഞു. 11 പേരുകൾ കൊടുത്തു. അങ്ങനെ 11 രുദ്രന്മാരുണ്ടായി. ആ രുദ്രന്മാർക്ക് 11 പത്നിമാരെ കൊടുത്തു. ഇരിക്കാൻ 11 സ്ഥാനങ്ങൾ കൊടുത്തു. ആ രുദ്രൻ എന്താ വേണ്ടത് വെച്ചപ്പോൾ സൃഷ്ടി എന്ന് പറഞ്ഞു. ഉടനെ അച്ഛനെ സഹായിക്കാൻ സൃഷ്ടി നടത്തിയതാണ്. രുദ്രൻ്റെ സൃഷ്ടികളൊക്കെ ഭൂതഗണങ്ങളായി. അതൊക്കെ ഭയാനകങ്ങളായിരുന്നു. ബ്രഹ്മാവിനെ പിന്നെ മറ്റുള്ളവരെയൊക്കെ പിടിച്ച് തിന്നാൻ പുറപ്പെട്ടപ്പോൾ ബ്രഹ്മദേവൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, സൃഷ്ടി മതിയാക്കി കുട്ടി തപസ് ചെയ്യാൻ പോകും. പണ്ട് തപസ് ചെയ്തിട്ടാണ് എനിക്ക് ഈശ്വരനെ ദർശനം ഉണ്ടായതും സൃഷ്ടിക്കാനുള്ള കഴിവുണ്ടായതും. അതുകൊണ്ട് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നീ ഇവരെ കൊണ്ട് തപസ് ചെയ്യാൻ പോകും പറഞ്ഞ് അവരെ അയച്ചു. പിന്നീട് ഭഗവാനെ ധ്യാനിച്ചു ബ്രഹ്മദേവൻ. പിന്നെയും സൃഷ്ടി വർദ്ധിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ഉണ്ടായിത്ര 10 മക്കൾ.
മരീചി, അത്രി, അങ്കിരസ്, പുലഹൻ, പുലത്യൻ, ക്രതു, ശവനൻ, ഇങ്ങനെ സപ്തർഷികളും നാരദരും ദക്ഷനും മുതലായ മക്കളുണ്ടായി. പിന്നെ കർദമർഷി ഉണ്ടായി. പിന്നെ അങ്ങനെ പല പല സൃഷ്ടികളുണ്ടായി. പക്ഷെ എന്നിട്ടും അവരാരും സൃഷ്ടിച്ച് പിന്നെയും സൃഷ്ടി വലുതാവണില്ല. അപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ ഇനി സൃഷ്ടി നേരെയാവാൻ എന്താ വഴി? അപ്പോൾ ഒരു പുരുഷനെയും ഒരു സ്ത്രീയും സൃഷ്ടിക്കാൻ ഭഗവാൻ തോന്നിപ്പിച്ചു. അപ്പോൾ ബ്രഹ്മദേവൻ ഒരു പുരുഷ പ്രജയെയും ഒരു സ്ത്രീ പ്രജയെയും സൃഷ്ടിച്ചു. അതാണ് സ്വയംഭുവനും ശതരൂപയും. അവരെ ദമ്പതികളാക്കി. ആ സ്വയംഭുവനും ശതരൂപയും വിവാഹിതരായി. അതിനുശേഷം അവരിലൂടെ സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ എല്ലാ വർഗത്തിലും സൃഷ്ടികളുണ്ടായി. അവർക്ക് 5 കുട്ടികളുണ്ടായി. ആഹൂതി, ദേവഹൂതി, പ്രസൂതി എന്ന് 3 പെൺകുട്ടികൾ. പ്രിയവ്രതന് ഉത്താതമാകുന്ന 2 ആൺകുട്ടികൾ. ഇങ്ങനെ ഉണ്ടായി. അതിൽ ഈ ആകൂതിയെ രുചി എന്ന് പേരായ മഹർഷി വിവാഹം കഴിച്ചു. ഭഗവാൻ തന്നെ യജ്ഞരൂപേണ അവതരിച്ചു. ഒരവതാരം ഉണ്ടായി, സ്വയംഭവനോദരനായി അവതാരം. ദേവഹൂതിയെ വിവാഹം കഴിച്ച കർത്തമഹർഷിയാണ്. അദ്ദേഹത്തിന് 9 പെൺകുട്ടികളും ഒരു ആൺകുട്ടി ഉണ്ടായി. ആൺകുട്ടി ഭഗവാൻ തന്നെ കപിലവാസുദേവനായി അവതരിച്ചതാണ്. ഭഗവാന്റെ അവതാരം ഉണ്ടായി. അതിൽ കലയെ മരീചി മഹർഷിക്ക് വിവാഹം കഴിച്ചു. ഈ 9 പെൺകുട്ടികളെ 9 ഋഷിമാരെ വിവാഹം കഴിച്ചത്. അതിൽ മരീചിക്ക് കലയിലുണ്ടായ പുത്രനാണ് കശ്യപൻ. ആ കശ്യപൻ ദക്ഷൻ്റെ 60 പെൺകുട്ടികളിൽ 13 കുട്ടികളെ വിവാഹം കഴിച്ചു. അതിലൂടെയാണ് പല വർഗത്തിലും സൃഷ്ടി വർദ്ധിച്ചത്. അതുകൊണ്ട് എല്ലാവരും കശ്യപ ഗോത്രക്കാരാണ്. മനസ്സിലായോ? പ്രത്യേക ഗോത്രം അറിയില്ലെങ്കിൽ കശ്യപ ഗോത്രം, എല്ലാവരുടെയും ഗോത്രം. മനസ്സിലായോ? ഇപ്പോൾ ഗോത്രമില്ലാതെ ഒരു മനുഷ്യനില്ല. ഒക്കെ ഋഷി വംശത്തിൽ പറഞ്ഞവരാ, കശ്യപ ഋഷിയാണ്. അപ്പോൾ മനുഷ്യരുടെ വർഗത്തിൽ, ദേവന്മാരുടെ വർഗത്തിൽ, അസുരന്മാരുടെ വംശത്തിൽ വൃക്ഷങ്ങൾ, പാമ്പുകൾ, പക്ഷികൾ, ഇതൊക്കെ ഈ കശ്യപൻ്റെ ഓരോ ഭാര്യമാരിലും ഉണ്ടായതാണ്. മനസ്സിലായോ? കദ്രുവിൻ്റെ മക്കളാണ് പാമ്പുകൾ. വിനതയുടെ മക്കളാണ് ഗരുഡനും അരുണനും. മനസ്സിലായോ? രുമയുടെ മക്കളാണ് ധ്രുവങ്ങൾ, ഈ വൃക്ഷങ്ങൾ, ചെടികളൊക്കെ. മനസ്സിലായോ? ധനുവിൻ്റെ മക്കളാണ് ധനുജന്മാർ, ദാനവന്മാർ, അസുരന്മാരുടെ വകഭേദം. മനസ്സിലായോ? ദിതിയുടെ മക്കളാണ് ദൈതേയന്മാർ, അസുരന്മാർ. മനസ്സിലായോ? അതിഥിയുടെ മക്കളാണ് ആദിത്യന്മാർ, ദേവന്മാർ. ഇതൊക്കെ ഒരച്ഛൻ്റെ മക്കളല്ലേ? അതെ. അങ്ങനെ സൃഷ്ടികൾ ധാരാളം വിഭാഗത്തിൽ വളരാനിട വന്നു. ഇങ്ങനെ സൃഷ്ടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി. ഈ സനകാദി മഹർഷിമാർ ഭഗവാനെ കാണാൻ വേണ്ടി ഒരിക്കൽ വൈകുണ്ഠത്തിൽ പോവുകയുണ്ടായി. അവർക്കിപ്പോൾ വൈകുണ്ഠത്തിൽ മാത്രമല്ല ഭഗവാൻ, സനകാദികൾ എല്ലാത്തിലും ഭഗവാനെ കാണുന്നവരാ. എങ്കിലും മച്ഛൻ പറയാറുണ്ട്, ഭഗവാൻ തപസ് ചെയ്യാൻ പ്രേരിപ്പിച്ചതും തപസ് ചെയ്തപ്പോൾ വൈകുണ്ഠ ദർശനം ഉണ്ടായതും ആ വൈകുണ്ഠമൂർത്തിയുടെ സൗന്ദര്യവും അവിടുത്തെ ദിവ്യലോകത്തിൻ്റെ ആനന്ദാനുഭൂതിയെക്കുറിച്ചൊക്കെ. അപ്പോൾ ഒരിക്കൽ സനകാദികൾ പോണ വഴിക്ക് വൈകുണ്ഠത്തിൽ പോയി ഭഗവാനെ ഒന്ന് കാണാമെന്നിരിച്ചു വൈകുണ്ഠത്തിൽ കയറി ചെന്നു. അവിടെ എളുപ്പത്തിൽ ഭഗവാനെ കാണാൻ കഴിയില്ല. 7 കോട്ടകളുണ്ട്, 7 ഗോപുരങ്ങൾ. ഓരോ ഗോപുരത്തിൻ്റെ അടുത്തും പാറാവുകാരുണ്ട്. അത് 7 കഴിഞ്ഞാലേ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ കാവൽ നിൽക്കുന്ന പാറാവുകാർ സനകാദി മഹർഷിമാരുടെ മഹത്വം അറിയുന്നവർ വേഗം വേഗം അത്തേക്ക് കൂട്ടിയിട്ട് പോയി. 7ാമത്തെ ഗോപുരദ്വാരം എത്തിയപ്പോഴോ അവിടെ നിൽക്കണവർ കുറച്ച് അഹങ്കാരികളായിരുന്നു. അവരെ അകത്തേക്ക് വിട്ടില്ല എന്ന് മാത്രമല്ല, അകത്തേക്കുള്ള പ്രവേശനം നിഷേധിക്കുകയും ചെയ്തു, തടയുകയും ചെയ്തു. അതാരായിരുന്നു? ജയനും വിജയനും. മനസ്സിലായോ? ജയവിജയന്മാരാണ്. അവർക്ക് ഞങ്ങൾ മനസ്സിനെ ജയിച്ചു, ഇന്ദ്രിയങ്ങളെ ജയിച്ചുള്ള അഹങ്കാരമാണ്. മനസ്സിലായോ? ഒരിക്കൽ മഹാലക്ഷ്മിയെ പോലും തടഞ്ഞു വെച്ചു ഇത്രവരെ. അപ്പോൾ മഹാലക്ഷ്മി പറഞ്ഞു മഹാവിഷ്ണുവിനോട്, കണ്ടു കാവൽക്കാർ നമ്മൾ വെച്ചത് എന്തിനാ? കാവൽക്കാർ ഇപ്പം നമ്മളെ ഭരിക്കാൻ തുടങ്ങിയെന്ന്. മനസ്സിലായോ? അപ്പോൾ അവർക്ക് ഇങ്ങനെയായ കുഴപ്പം, ഇവിടെ വരണവരൊക്കെ ഇവർ അപമര്യാദയെ പെരുമാറില്ലേ? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നമ്മളായിട്ട് ശിക്ഷ കൊടുക്കണ്ട. ഈ സ്വഭാവം മഹർഷിമാർ വരുമ്പോഴും കാണിക്കുമല്ലോ. അപ്പോൾ മഹർഷിമാർ അവർ നേരെയായി കൊടുക്കും. അങ്ങനെ ഭഗവാൻ സങ്കല്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സനകാദികളായത്. ഒക്കെ ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് നടക്കുക. സനകാദികളെ 6 ഗോപുരത്തിൽ ആരും തടഞ്ഞില്ല, വേഗം അകത്തേക്ക് അവരെ പ്രവേശിപ്പിച്ചു. 7ാം ഗോപുരത്തിൽ വന്ന് അകത്തേക്ക് കടക്കാൻ നോക്കുമ്പോഴാണ് ഇവർ തടഞ്ഞു വെച്ചത്. അതുകൊണ്ട് ഉടനെ വൈകുണ്ഠ ലോകത്തിൽ ചേരാത്ത പ്രവൃത്തി ചെയ്ത് നിങ്ങൾ ഈ വൈകുണ്ഠത്തിൽ ഇരിക്കാൻ യോഗ്യരല്ല, പോയി അസുര സ്വഭാവം നിങ്ങൾ കാണിച്ചത്, അസുരനായി പോകുന്നവരുടെ ശാപം കൊടുത്തു. സനകാദികൾക്ക് കോപം വന്നു, ശപിക്കലും കഴിഞ്ഞു. ശപിച്ചു കഴിഞ്ഞപ്പോഴാണ് ദേവജയന്മാർക്ക് വിവേകമുണ്ടായത്. എത്ര കഷ്ടപ്പെട്ടിട്ടാണല്ലേ, എത്ര കാലം ഭഗവാനെ ഭജിച്ച് ധ്യാനമൊക്കെ ചെയ്തതിൻ്റെ ഫലമാണ് വൈകുണ്ഠത്തിലെത്തിയത്. ഇനിയിപ്പോൾ വൈകുണ്ഠത്തിൽ നിന്ന് കീഴ്പോട്ട് അസുരനായി പോണ്ടേ? തിരിച്ച് വൈകുണ്ഠത്തേക്ക് എന്നാ വരാൻ പറ്റുക? വലിയ സങ്കടമായി. മനസ്സിലായോ? സനകാദി മഹർഷിയുടെ കാൽക്കൽ വീണു. ഞങ്ങളെ അനുഗ്രഹിക്കണം, വൈകുണ്ഠത്തിൽ നിന്ന് പോയാൽ പിന്നെ ഞങ്ങൾ വൈകുണ്ഠത്തിലായിരുന്നു ഓർമ്മയുണ്ടാവുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭഗവാനെ മറക്കാൻ ഇടവരരുത്, എന്നും ഭഗവാനെ ഓർമ്മയുണ്ടാവണം കേട്ടോ, അതിനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭഗവാൻ ഈ വർത്തമാനം പറഞ്ഞ്
ലക്ഷ്മി ഭഗവതിയോടുകൂടി നേരെ സനകാദി മഹർഷിമാരുടെ അടുത്തേക്ക് എഴുന്നള്ളി. എന്നിട്ട് സനകാദികളോട് പറഞ്ഞു, എൻ്റെയാണ് ഈ തെറ്റ്. എൻ്റെ അവിടെ ഒരാൾ വന്നിട്ട് അതിഥിയായി വന്നിട്ട് അവരെ എൻ്റെ കാവൽക്കാർ ഭൃത്യന്മാർ വേണ്ട പോലെ ആദരിക്കാതെ അനാദരിച്ചുവെങ്കിൽ അതിൻ്റെ ഉത്തരവാദി അവിടെ അവസരമല്ലേ, ഗൃഹനാഥനല്ലേ. അതുകൊണ്ട് മഹാന്മാരായ നിങ്ങളാണ് എൻ്റെ പ്രത്യക്ഷ ദൈവം. അങ്ങനെയുള്ള നിങ്ങളെ ഇവർ ചെയ്ത ആ നിന്ദ വാസ്തവത്തിൽ ഒരു നിലയ്ക്ക് എൻ്റെ കുറ്റമാണ്. അതിന് ഇവർക്ക് വേണ്ടി ഞാനിതാ നിങ്ങളോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞ സനകാദി മഹർഷിമാരെ സാക്ഷാൽ വൈകുണ്ഠമൂർത്തിയായ മഹാവിഷ്ണു നമസ്കരിക്കുക, ക്ഷമാപണം ചെയ്യുക. ഇത് കേട്ടപ്പോൾ സനകാദികൾക്ക് അത്ഭുതം തോന്നി. വാസ്തവത്തിൽ ഭഗവാൻ ഇത് ഇങ്ങനെ പറയണമെന്നില്ല, ലോകത്തിന് ധർമ്മം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. സജ്ജനങ്ങളോട് എത്ര ബഹുമതി നമുക്ക് ഉണ്ടാവണം, അനാദരവ് കാണിച്ചാൽ പാടില്ല എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ അവിടത്തേക്ക് ഈ ശാപം ഇല്ലാണ്ടാക്കാൻ വേണ്ടി അവിടത്തെ നിയമം, വൈകുണ്ഠത്തിൻ്റെ നിയമം നടത്താക്കുന്ന ആൾ അവിടുന്ന് ഞങ്ങൾ അവിടത്തെ കാണാൻ വന്നു. കാവൽക്കാർ അവരുടെ ജോലിയെ നിർവഹിച്ചത്, അവരെ ശപിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ലല്ലോ. വാസ്തവത്തിൽ ഞങ്ങളാണ് തെറ്റുകാർ, അവിടത്തേക്ക് ശാപം തന്നെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി. ഭഗവാൻ പറഞ്ഞു, ശാപം ഇല്ലാണ്ടാക്കാൻ എനിക്ക് കഴിയാണ്ടല്ല, പക്ഷെ ഞാനത് ചെയ്യില്ല. എന്താ കാരണം? സജ്ജനങ്ങളുടെ മഹിമ ലോകത്തെ പഠിപ്പിക്കാത്രേ. ഭഗവാൻ പറയാണ്, എൻ്റെ കൈ അധർമ്മം ചെയ്ത ആ അധർമ്മം ചെയ്യണ കൈനെ മുറിച്ച് കളയത്രേ. അങ്ങനെയുള്ള ഭരണാധികാരികൾക്ക് നാട്ടിൽ ധർമ്മം പുലർത്താൻ കഴിയൂ, ആ നാട്ടിലെ അധർമ്മികൾ തല പൊക്കാതിരിക്കൂ. ഇത് പഠിപ്പിക്കുക ഭഗവാൻ. തൻ്റെ കൈ അധർമ്മം ചെയ്താൽ വെട്ടിക്കളയുമെങ്കിൽ പിന്നെ തൻ്റെ ആൾക്കാരോ പാർട്ടിക്കാരോ ജാതിക്കാരോ മതക്കാരോ ചെയ്താൽ ആക്ഷൻ എടുക്കാണ്ടിരിക്കും. ഇന്നങ്ങനെയാണോ? ഇന്നങ്ങനെയല്ല. ഇന്ന് ജാതി മതം വർഗം പാർട്ടിയൊക്കെ നോക്കിയിട്ടാണ് ഫേവറേറ്റ് ചെയ്യണം, അവർക്ക് അനുകൂലം. എന്ത് ചെയ്താലും കുറ്റമില്ല. അല്ലാത്തവരാണെങ്കിലോ ഇല്ലാത്ത കള്ളക്കേസുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കി കുടുക്കി അവരെ ജയിലിലാക്കും അല്ലേ. ഇത് അധർമ്മോ? ധർമ്മമാണിത്. നമ്മുടെ ദേവന്മാരൊക്കെ പഠിപ്പിക്കുന്നത് മഹാദേവന്റെ ഫാദറിലോ ആണ് ആര്? ഭാര്യ പിതാവല്ലേ ദക്ഷൻ. ദക്ഷൻ ധർമ്മം ചെയ്തു. പാപം ചെയ്തപ്പോഴോ ദക്ഷന്റെ തല തന്നെ എടുത്ത് കളഞ്ഞു അല്ലേ. ദക്ഷ യാഗം മുടക്കി യാഗശാലയ്ക്ക് തീയിട്ട് നന്ദി വീരഭദ്ര പാരമാളെ അയച്ച് ദക്ഷന്റെ തല മുറിച്ച് ഹോമിച്ചില്ലേ. തെറ്റ് ചെയ്താ ശിക്ഷ എൻ്റെ അമ്മാനപ്പന, അവൻ ചെയ്ത തെറ്റല്ല. അങ്ങനെയല്ലേ ഇന്നത്തെ ആൾക്കാർ അല്ലേ. അമ്മാനപ്പനും മരുമകൻ നാട്ടിനെ ഓടിച്ചോറാക്കുക അല്ലേ. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെയോ അമ്മാനപ്പൻ തെറ്റ് ചെയ്താൽ അമ്മാനപ്പൻ ശിക്ഷിക്കപ്പെടണം. തലയങ്ങോട്ട് കണ്ടു ദക്ഷന്റെ തല എടുത്ത് കളഞ്ഞില്ലേ. എന്നിട്ട് ആടും തല വെച്ച് അതിൻ്റെ ശിക്ഷ അനുഭവിച്ചില്ലേ കുറെ കാലം. മനസ്സിലാവുണ്ട്? ഇതൊക്കെ നമ്മുടെ പുരാണങ്ങൾ വേറെ കഥ പറയല്ല. ഇവിടെ എല്ലാ യുസവും ഉണ്ട്. മനസ്സിലായോ? ഇവിടെ രാഷ്ട്രീയമുണ്ട്, ഇവിടെ ഭരണം എങ്ങനെ നടത്തുന്നതിനുണ്ട്, ഇവിടെ സോഷ്യലിസം ഉണ്ട്, ഇവിടെ ആധ്യാത്മികതയുണ്ട്, ഇവിടെ ഭക്തിയുണ്ട്, ജ്ഞാനുണ്ട്, എല്ലാം ഉണ്ട്. ഈ ഭാഗവതാദി ഗ്രന്ഥങ്ങളിൽ വ്യാസവ്യാസ മഹർഷി പറയാത്തൊരു വിഷയമില്ല എന്നർത്ഥം. അപ്പോൾ എങ്ങനെയാണ് ഭരണാധികാരികൾ ഭരണം നടത്തേണ്ടതെന്ന് ഭഗവാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സനകാദികളോട് പറഞ്ഞു, എൻ്റെ കൈ അധർമ്മം ചെയ്താൽ ഞാൻ അത് മുറിക്കാൻ പഠിക്കില്ല. അപ്പോൾ ഞാൻ ദൈവം പോലെ ആരാധിക്കുന്ന മഹാന്മാരായ സജ്ജനങ്ങളായ നിങ്ങളെ അപമാനിച്ചു എൻ്റെ ഭൃത്യന്മാരെങ്കിൽ തീർച്ചയായിട്ടും അവർ ശിക്ഷ അർഹിക്കുന്നു. മാത്രമല്ല നേരത്തെ മഹാലക്ഷ്മിയെ പോലും തടഞ്ഞു വെച്ചവരവരല്ലേ. അഹങ്കാരം കുറച്ചുണ്ട് ഇവരുടെ കയ്യിൽ. അവർക്ക് ശിക്ഷ അനുഭവിക്കേണ്ട സമയമായി. ഇതൊക്കെ എൻ്റെ സങ്കല്പം കൊണ്ട് സംഭവിച്ചതാ, അത് നിങ്ങളായിട്ട് ചെയ്തതല്ല എന്ന് പറഞ്ഞ് സനകാദി മഹർഷിമാരെ ഭഗവാൻ അനുഗ്രഹിച്ചയച്ചു. സന്തോഷമായി സനകാദികൾ ഭഗവാൻ നമസ്കരിച്ചുകൊണ്ട് പോകുന്നു. ജയവിജയന്മാരാണ് സങ്കടപ്പെട്ടത്. ജയവിജയന്മാർ ഭഗവാന്റെ മുഖത്ത് നോക്കിയിട്ട് ഭഗവാന്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഭഗവാനെ, ഞങ്ങൾക്ക് ഇങ്ങനത്തെ അബദ്ധം പറ്റിപ്പോയി. ഇനി ഭൂമി പോയാൽ കിഴപ്പോട്ട് പോയാൽ ഞങ്ങൾ ഓർമ്മിക്കില്ലല്ലോ, ഭഗവാനെ അനുഗ്രഹിക്കണമേ എന്ന്. ആ സമയത്ത് ഭഗവാൻ എന്ത് പറഞ്ഞു? ഞാൻ ഒരു വിദ്യ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേഗം വൈകുണ്ഠത്തേക്ക് തിരിച്ചു വരണം മോഹമുണ്ടോ വെച്ചു. ഉണ്ട് പറഞ്ഞു. എന്നാ സംരംഭയോഗേന ഭവൈസ്ത്രീർമാം, സംരംഭയോഗത്തിലൂടെ എന്നെ ഭജിച്ചാൽ 3 ജന്മം കൊണ്ട് വേഗം കിടത്തത്രേ. എന്തായി സംരംഭയോഗം? വെറുപ്പും വിദ്വേഷവും കാണിക്കുക ഭഗവാനോട്. പുറത്തേക്ക് കേട്ടോ, അകത്തോ നിരന്തരമായ ഭഗവത് സ്മരണയാണ്. മനസ്സിലായില്ലേ? പുറത്തേക്ക് ഭഗവാനോട് ദേഷ്യം, ശത്രുത ഒക്കെയാണ്. അതാണല്ലോ ഹിരണ്യകശിപുവിലും ഹിരണ്യാശനിലും രാവണലും കുംഭകർണനിലും ഒക്കെ കണ്ടത്. പുറത്തേക്ക് വിരോധം കാണിക്കും, പക്ഷേ അകത്തോ തീവ്രമായ ഭഗവാന്റെ സ്മരണ. ഭഗവാന്റെ സ്മരണയാണ് ഭക്തി. മനസ്സിലായില്ലേ? അതുകൊണ്ട് 3 ജന്മം നിങ്ങൾ വിദ്വേഷഭാവത്തോടെ എന്നെ ഭജിക്കുമെങ്കിൽ നിങ്ങളുടെ ഈ വൈകുണ്ഠത്തിന് പോകാൻ കാരണമായ ദുർവാസന വേഗം നശിക്കും. അപ്പോഴോ വാസന നശിച്ച് മനസ്സ് ശുദ്ധായ വേഗം വൈകുണ്ഠത്തിലേക്ക് പോകാം. നമ്മുടെ സ്ഥിതി തന്നെയാണ്. നമ്മളൊക്കെ വൈകുണ്ഠത്തിൽ നിന്ന് ഭർത്താക്കിയത് എന്തുകൊണ്ടാണ്? നമ്മുടെ വാസനയുടെ കയ്യിലിരിപ്പിൻ്റെ ദോഷം കൊണ്ടാണ്, വാസനയുടെ ചീത്തത്വം കൊണ്ടാണ്. വാസന നന്നായാൽ, ഭക്തി കൊണ്ട് നന്നായാൽ നമുക്കൊക്കെ വൈകുണ്ഠത്തിലേക്ക് പോവാം അല്ലേ. പറഞ്ഞിട്ടില്ലേ പൂന്താനം, വൈകുണ്ഠത്തിന് പോയിക്കൊള്ളുകയും എല്ലാവർക്കും വൈകുണ്ഠത്തിലേക്ക് ഇതാ പാസ്പോർട്ടിൻ്റെ വിസപ്പ് കിട്ടും നിങ്ങൾക്ക്. മനസ്സിലായോ?
പൈസ കിട്ടണ്ട, അവിടെ ചെന്ന അടിച്ചു തരും കൈകൊണ്ടത്തിലേ. പക്ഷെ എന്ത് വേണം? നാമം ജപിക്കുക, ഭഗവത് ഭക്തി വളർത്തുക, അതിനുള്ള അർഹത സംഭരിക്കുക. മനസ്സിലായോ? അത് ചെയ്ത് കഴിഞ്ഞാൽ ഭാഗവതത്തെ വേണ്ട പോലെ ആശ്രയിച്ച് സേവിച്ചാൽ നമുക്കൊക്കെ വൈകുണ്ഠം കിട്ടും. ഇതാണ് പറയുന്നത് താല്പര്യം. എനിക്കിപ്പോൾ ഗർഭാധാനം ചെയ്യണം, പുണ്യം ഉണ്ടാവണം. മഹർഷി ധ്യാനത്തിന് ഡിസ്റ്റർബ് ചെയ്ത് തന്നെ ശരിയായില്ല. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, നീ എന്താ ഇങ്ങനെയൊക്കെ പറയണത്? ഈ സന്ധ്യ സമയത്ത് ഈശ്വര ചിന്ത ചെയ്യേണ്ട സമയമല്ലേ? മാത്രമല്ല ഈ സമയത്ത് കുട്ടികളുണ്ടായ ഘോരന്മാരാവും ദുഷ്ടന്മാരാവും. മാത്രമല്ല മഹാദേവൻ ഭൂതഗണങ്ങളോട് സഞ്ചരിക്കുന്ന സമയമാണ്. മഹാദേവനെ നിന്ദിക്കുകയാണ് നീ ചെയ്യണത്. അതുകൊണ്ട് നിന്റെ മനസ്സിനെ ശാന്തമാക്കൂ, നീ ഭഗവാനെ ചിന്തിക്കൂ, നിന്റെ ആഗ്രഹം നല്ല സന്ദർഭം സമയം നോക്കി ഞാൻ സാധിപ്പിക്കാം എന്നൊക്കെ ഭർത്താവ് നല്ലത് പറഞ്ഞു നോക്കി. പക്ഷേ അവൾക്ക് തന്റെ വികാരത്തെ അടക്കാനായില്ല അത്രേ. വൃഷളീപ കരത്രപാന, നാണമില്ലാത്ത വേശ്യമാതിരി അദ്ദേഹത്തിനെ പിടിച്ചു വലിച്ച് ബലപ്രയോഗം ചെയ്തു അത്രേ. അപ്പം കശ്യപൻ തോന്നി, എന്താ അവളിങ്ങനെ ചെയ്യുന്നത്? അപ്പോഴാണ് മനസ്സിലായത്, ആ പാപജീവന്മാർ രണ്ടുപേര് ദേവജന്മാർ ദുഷ്ടനാവാൻ വേണ്ടി കാത്തിരിക്കുക. അതിന് പറ്റിയ അവസരം വേണം ഇവിടെ അല്ലേ? അപ്പോൾ ആ സന്ധ്യ സമയത്ത് അവൾ ഗർഭാധാനം ചെയ്തു, അറിഞ്ഞുകൊണ്ട് തെറ്റ്. അറിഞ്ഞുകൊണ്ടാണ് തെറ്റ് ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹം പ്രായശ്ചിത്തം ചെയ്തു. എന്നിട്ട് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് വീണ്ടും ഇരുന്നു. ഈ സമയം നോക്കി ആ ജയവിജയന്മാരുടെ ജീവൻ ഈ ദിതിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു. മനസ്സിലായോ? ദിതിക്ക് കുറ്റബോധം ഉണ്ടായി. മഹാദേവനെ സ്തുതിച്ച് മാപ്പ് പറഞ്ഞു അവിടത്തെ നിന്ദിച്ചതിന്. ഈ സന്ധ്യ സമയത്ത് ഗർഭം സമ്പാദിച്ചുകൊണ്ട് മക്കൾ ദുഷ്ടരായി തീരരുതെന്നൊക്കെ പ്രാർത്ഥിച്ചു ഭർത്താവിനോട്. അവളുടെ മനസ്സ് മാറിയത് കണ്ട് അദ്ദേഹത്തിന് സന്തോഷം ഉണ്ടായെങ്കിലും അവൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കണമല്ലോ. സന്ധ്യാസമുൽപാദന കഷ്ടചേഷ്ടവും. ഈ ത്രിസന്ധ്യ സമയത്ത് ഈ ഗർഭം സമ്പാദിച്ചുകൊണ്ട് നല്ല കുട്ടികളെല്ലാം നിങ്ങൾക്ക് ഉണ്ടാവുക. ലോകത്തെ മുഴുവൻ ദ്രോഹിക്കുന്ന ഭീകരന്മാർ രണ്ടുപേരുണ്ടാവുന്നു. മനസ്സിലായോ? അവരെ ജയിക്കാൻ ഈ ലോകത്തിൽ ആർക്കും ആവില്ല. അത്രയും ഭക്തന്മാരായിരിക്കും അവർ. അവസാനം മഹാവിഷ്ണു തന്നെ അവതാരമെടുത്ത് അവരെ കൊല്ലും എന്നും പറഞ്ഞു. അപ്പോൾ അവൾക്ക് സന്തോഷമായി. എന്താ, ഒരു കുട്ടിയെ ആഗ്രഹിച്ച് രണ്ട് കുട്ടി ഉണ്ടാവുമല്ലോ. രണ്ടാമത് അവരെ ജയിക്കാൻ വിഷ്ണുവിന് മാത്രമല്ലേ പറ്റുള്ളൂ, വേറെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ലല്ലോ. വിഷ്ണുവിൻ്റെ കൊണ്ട് മരിച്ച, ഭഗവാന്റെ കൊണ്ട് മരിച്ച മുക്തിയാണല്ലോ എന്നൊക്കെ ആശ്വസിച്ചു അത്രേ. എന്തായാലും പുറത്തു വന്ന നാടിന് ഉപദ്രവം ഉണ്ടാവുമല്ലോ എന്നുള്ളതുകൊണ്ട് 100 കൊല്ലം തപശക്തി കൊണ്ട് അവളെ പ്രസവിക്കേണ്ടിരുന്നു അത്രേ. ദിതി ഒരു ദിവസം എന്തായാലും പ്രസവിക്കണമല്ലോ. അവൾ ഒരു ദിവസം പ്രസവിച്ചു. ഒരു സന്ധ്യ സമയത്ത് ഭയങ്കരമായ കാറ്റും കോളും ഭയങ്കരമായിട്ടുള്ളതായ പ്രകൃതി മുഴുവൻ ക്ഷുഭിതമായി കലങ്ങി മറഞ്ഞു. ഈ സമയത്താണ് ദുഷ്ടന്മാരായ 2 പുത്രന്മാർക്ക് ജന്മം കൊടുത്തത്. അച്ഛൻ വന്ന് പേരിട്ടു. മൂത്തവന് ഹിരണ്യകശിപൂന്നും രണ്ടാമത്തേന് ഹിരണ്യാക്ഷെന്നും പേരിട്ടു. അല്ലേ? പണത്തിലാണ് കണ്ണ് 2 പേർക്കും. പണം, ഭോഗം, അർത്ഥം, കാമം. മനസ്സിലായോ? ഭോഗലാലസ ജീവിതം എന്നർത്ഥം. അതിനു വേണ്ടിയിട്ട് 2 പേരും ബ്രഹ്മാവിനെ തപസ് ചെയ്യാൻ പോയി. അച്ഛൻ 2 പേർക്കും ഓരോ ഗത കൊടുത്ത് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ഗത നഷ്ടപ്പെടാണ്ട് നോക്കിക്കോളി, ഗത നിങ്ങളുടെ കയ്യിലുള്ളപ്പോൾ നിങ്ങൾക്ക് പരാജയം ഉണ്ടാവില്ല പറഞ്ഞു. അങ്ങനെ അവർ ഇപ്പം തന്നെ ശക്തന്മാരായി 2 പേരും ബ്രഹ്മാവിന് വരദാനങ്ങളൊക്കെ വാങ്ങി അഹങ്കാരികളായി 3 ലോകങ്ങളെ മടക്കി പിടിച്ചു. ദേവന്മാരെ കോടി ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും മേലെ നിൽക്കാൻ വയ്യാതെ അവസാനം അങ്ങനെ ഹിരണ്യാക്ഷനാണ് ആദ്യം ലോകത്തെ ആക്രമിക്കാൻ പുറപ്പെട്ടത്. തനിക്ക് ഇത്രയും ശക്തി ഉണ്ടായിട്ട് തന്നോട് എതിരിടാൻ ഒരു ദേവൻ തേരമില്ല, ആരും വരുന്നില്ല എന്ന് കണ്ടുകൊണ്ട് യുദ്ധം ചെയ്യാനുള്ള കൊതിയോട് കൂടിയിട്ട് ആരെയും കാണാണ്ട് സമുദ്രത്തിൽ ഇറങ്ങി തിരമാലകളെ അടിച്ചുകൊണ്ട് യുദ്ധം ചെയ്തു തരാം. മുകളിലേക്ക് ഉയർന്ന തിരമാലകൾ ഗതകൊണ്ട് അടിക്കുക. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഈ വരുണൻ പണ്ട് രാജസൂയം നടത്തിയിട്ടുണ്ടെന്നുള്ള ഓർമ്മ വന്നു. രാജസൂയം നടത്തണമെങ്കിൽ എല്ലാ രാജാക്കന്മാരെയും ജയിച്ചിട്ടാവണം, ശക്തനാവണം. അപ്പോൾ അയാൾ ശക്തനാണല്ലോ. അതുകൊണ്ട് വരുണനോട് പോര് വിളിച്ചുകൊണ്ട് വരുണപുരി ചെന്ന് യുദ്ധത്തിന് അയാളുടെ നമസ്കാരം ചെയ്ത് അഭ്യർത്ഥിച്ചു. അപ്പോൾ വരുണനറിയാം, ഞാൻ പോയി ഇവനെ കൊല്ലാൻ പറ്റില്ല, മഹാവിഷ്ണു ഇങ്ങനെ പറ്റുള്ളൂ പറഞ്ഞല്ലോ ഭഗവാൻ. അതുകൊണ്ട് വരുണൻ പറഞ്ഞു, ഞാനിപ്പോൾ പഴയ കാലത്താണെങ്കിൽ നിന്നോട് യുദ്ധത്തിന് വന്നേനെ, ഇന്ന് ഞാൻ വിശ്രമ ജീവിതം നയിക്കുക, റിട്ടയർ ലൈഫാണ്. ഇപ്പോൾ കുറച്ച് നാമൊക്കെ ജീവിച്ച് ഭാഗവതമൊക്കെ വായിച്ച് അങ്ങനെ ഇരിക്കുക. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ലഹളയ്ക്കും ബഹളത്തിനും അടിപിടിക്കൊന്നും വരാൻ താല്പര്യമില്ല. പണ്ടാണെങ്കിൽ ഒറ്റടിക്ക് താളുടെ ശരിയാക്കിയാണ് എന്ന് പറയില്ലേ നമ്മൾ. എന്ന് പോലെ വരണം പറഞ്ഞു, പണ്ടൊക്കെ അച്ഛൻ ഒരു കൈ നോക്കിയേനെ, ഇന്ന് ഞാൻ വിശ്രമ ജീവിതം നയിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് യുദ്ധത്തിന് താല്പര്യമില്ല. പോരാതെ നിന്നെപ്പോലുള്ള അഹങ്കാരികളുടെ അഹങ്കാരം തീർക്കാൻ ഭഗവാൻ മഹാവിഷ്ണു ഉണ്ടല്ലോ, ഭഗവാന്റെ കൈ കൊണ്ടാണ് നിനക്ക് മരണം ഉണ്ടാവുക. ഭഗവാനെ ഏതെങ്കിലും രൂപത്തിൽ നിനക്ക് കാണാൻ അധികം താമസിയാതെ സഗതി വരും. അതോടെ നിന്റെ ഗർവും അഹങ്കാരം ഒക്കെ ഭഗവാൻ തീർത്തു തരും. യുദ്ധക്കളത്തിൽ പട്ടി ചത്ത് വീണ മാതിരി ചത്ത് വലച്ച് നീ കിടക്കും, ഇടവരും എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ ഹിരണ്യാക്ഷന് പൂർവ്വജന്മ സ്മരണ ഉണ്ടായി. ഭഗവാൻ വൈകുണ്ഠത്തിൽ നിന്ന് വന്നല്ലേ, ഉടനെ ഭഗവാനെ കാണാനും വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോകാനുള്ള വ്യഗ്രത. എവിടെയാ വിഷ്ണു, എവിടെയാ വിഷ്ണു, അസൗ അരൗ അസേ അസൗ ക്വാഹ അരേ ക്വാഹ ക്വാസൗ ക്വാഹൗ, എവിടെയാണ് വിഷ്ണു, എവിടെയാണ് വിഷ്ണു എന്ന് ചോദിച്ചുകൊണ്ട് വിഷ്ണുവിനെ തെരഞ്ഞുകൊണ്ട് ഹിരണ്യാക്ഷൻ ചാടി പുറപ്പെട്ടു വന്നു. അപ്പോഴാണ് ഭഗവാൻ വരാഹാവതാരം എടുത്ത് ഭൂമിയെ കൊണ്ടുപോകണം അത്രയും. അപ്പോൾ ഹിരണ്യാക്ഷൻ എന്ത് ചെയ്തു,
മഹാവിഷ്ണുവിനെ തെരഞ്ഞിട്ട് കാണാനില്ല. മഹാവിഷ്ണുവിനെ പേടിച്ച് ഒളിവിലാണെന്ന് പറഞ്ഞു. എന്താ കാരണം? തന്നെ നേരിടാൻ ധൈര്യമില്ല. അപ്പോൾ അവനെ തൻ്റെ മുഖത്ത് തൻ്റെ നേരെ മുഖാമുഖം കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്തു? ഈ മഹാലക്ഷ്മി, ഭൂമിദേവി മഹാലക്ഷ്മി വിഷ്ണുവിൻ്റെ പത്നിമാരാ. അതിൽ ഒരു പത്നിയായ ഭൂമിയെ എടുത്തുകൊണ്ട് പോയി. ഭൂഗോളം എടുത്തുകൊണ്ട് പാതാളത്തിൽ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചു. അപ്പോൾ ഭാര്യയെ കാണാണ്ടായ ഭർത്താവ് അന്വേഷിച്ചു വരും അല്ലേ? പണ്ടൊക്കെ കുട്ടികളെയൊക്കെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഇത്ര രൂപ കൊണ്ട് വന്നാൽ എന്നെടുത്ത് വന്നാൽ വിടിയിച്ച് വരാമെന്നൊക്കെ പറയും അല്ലേ? അജ്ഞാത സന്ദേശമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ പണ്ട്. ഇപ്പോൾ ഭാര്യയെ ആദ്യമായിട്ട് കിഡ്നാപ്പ് ചെയ്തു, തൻ്റെ ഭാര്യ ഭൂമിദേവിയെ. എന്നിട്ടോ വിഷ്ണുവിനെ വെളിയിൽ വരുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ പാതാളത്തിൻ്റെ അവിടെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചു. ഇപ്പോൾ ബ്രഹ്മലോകത്ത് സൃഷ്ടി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുക. സനകാദികളുണ്ടായി, മനു ഉണ്ടായി, ശതരൂപ ഉണ്ടായി, വിവാഹം കഴിഞ്ഞ് ആഹൂതി, ദേവഭൂതി, പ്രസൂതി വരെ മക്കളൊക്കെ ഉണ്ടായില്ലോ. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, അപ്പോൾ ഇവിടെ എല്ലാവരും വർദ്ധിച്ചു. ഇപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ മാറി താമസിച്ചോളൂ, ഇവിടെ 14 ലോകം ഉണ്ടല്ലോ. അതുകൊണ്ട് മനുവിനോടും കുട്ടികളോടും പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ പോയി താമസിക്കുക. അവിടെ പോയി ഭഗവാനെ കർമ്മങ്ങളെ കൊണ്ട് ആരാധിച്ച് ഈശ്വര ഭജന രൂപത്തിൽ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് ഭഗവാൻ സത്സംഗമൊക്കെ ചെയ്ത് അങ്ങനെ ഭഗവാനെ ഭജിക്കൂ എന്ന് പറഞ്ഞ് ഭൂമിയിലേക്ക് അയച്ചു സ്വയംഭുവിനെയും കൂട്ടുകളെയൊക്കെ. സ്വയംഭുവിനും കൂട്ടുകാരൊക്കെ കൂടി ഈ ഭൂമിയിൽ താമസിക്കാൻ സ്ഥലം അന്വേഷിച്ച് വരുമ്പോഴോ ഭൂമി കാണാനില്ല. എവിടെ നോക്കിയാലും വെള്ളം, പ്രളയജലമാണ്. പരിഭ്രാന്തരായി അവർ സനകാദികളെയും കൂട്ടി മരീചാതി മഹർഷിമാരെയും കൂട്ടി വേഗം സത്യലോകത്തേക്ക് തിരിച്ചുപോയി. ബ്രഹ്മാവിൻ്റെ അടുത്ത് പറഞ്ഞു പരിഭ്രമിച്ചുകൊണ്ട്, ഭഗവാനെ അച്ഛാ, ഞങ്ങൾക്ക് താമസിക്കാൻ എവിടെ ഭൂമി വെച്ച് നിന്നിട്ട് ഭൂമി കാണാനില്ലല്ലോ, ഭൂമി വെള്ളത്തിലായില്ലോ, എന്താ സ്ഥിതി എന്നൊക്കെ പരിഭ്രമിച്ചു. അപ്പോൾ ബ്രഹ്മാവിന് പരിഭ്രമമില്ല കേട്ടോ. എന്താ കാരണം? അദ്ദേഹത്തിനറിയാൻ ഇതൊന്നും ഞാനായിട്ട് ചെയ്യല്ല, ഒക്കെ ഭഗവാൻ എന്നെ കൊണ്ട് ചെയ്യിക്കുക. മനസ്സിലായോ? എനിക്ക് ഒരു കഴിവുമില്ല. എനിക്ക് തപസ് ചെയ്യാൻ പറഞ്ഞത് ഭഗവാൻ, തപസ് ഇപ്പോൾ ചെയ്യിച്ചത് ഭഗവാൻ, തപസ് ചെയ്യുമ്പോൾ ദർശനം തന്നത് ഭഗവാൻ. ഇങ്ങനെയൊക്കെ ചെയ്യൂട്ടോ, നിനക്ക് സൃഷ്ടിക്കാനുള്ള അറിവും കഴിവൊക്കെ ഞാൻ തരണോ, ഇതൊക്കെ എൻ്റെ ആരാധനയെ ചെയ്തോളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ ബ്രഹ്മാവിനെ കാരണം പഠിപ്പിച്ചിട്ടുണ്ടേ. അത് ഇങ്ങനെ പഠിപ്പിക്കാത്തതുകൊണ്ട് നമുക്ക് അപകടം ഒക്കെ നമ്മൾ ചെയ്യണമെന്ന് തോന്നുന്നത് നമുക്ക് വരുന്നതേ. അതുകൊണ്ട് നേരെയാവുള്ള പരിഭ്രമം, ടെൻഷനും വരെ അതുകൊണ്ടാണ്. അല്ലെങ്കിലോ ഒക്കെ ഭഗവാൻ ജയിക്കുക, ഭഗവാന്റെ കൈങ്കര്യമാണ് എന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ നമുക്ക് എന്തിനാ പരിഭ്രമം അല്ലേ? ഭഗവാന്റെ പണി നമുക്ക് ചെയ്യാം, നമ്മളെ കൊണ്ടാവും പോലെ, ഇത്രയല്ലേ ഉള്ളൂ. ഈ വിചാരത്തിലാണ് ബ്രഹ്മാവിൻ്റെ സകല പ്രവൃത്തി. മനസ്സിലായോ? അങ്ങനെ ബ്രഹ്മാവ് കുട്ടികളെ പരിഭ്രമിച്ച് പറഞ്ഞു, നിങ്ങൾ പരിഭ്രമിക്കേണ്ടത് ഭഗവാനിലേ. നമുക്ക് ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചല്ലേ ഞാൻ സൃഷ്ടി ചെയ്യണേ. ആ സൃഷ്ടിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഭഗവാനോട് പറയലേ വേണ്ടോ. ഭഗവാൻ അതിന് പരിഹാരം ഉണ്ടാക്കി തരുമല്ലോ. ഭഗവാൻ സർവശക്തനല്ലേ, അവർത്തി കഴിയാത്ത വലുതുണ്ടോ. അതുകൊണ്ട് നമുക്കൊക്കെ ഭഗവാനെ പ്രാർത്ഥിക്കാം കുട്ടികളെ. ഇങ്ങനെയാണ് നല്ലൊരു മുത്തശ്ശനും മുത്തശ്ശി ഉണ്ടെങ്കിൽ വീട്ടിൽ ടെൻഷൻ ഉണ്ടാവില്ല. മനസ്സിലായോ? എല്ലാവരെയും ഭഗവാൻ ഭരിക്കാൻ പ്രേരിപ്പിക്കും. നമ്മുടെ ഈ പ്രപഞ്ചമാകുന്ന കുടുംബത്തിലെ കാരണവരാണ് ആര്? മുതുമുത്തശ്ശനാണ് ബ്രഹ്മദേവൻ. പറഞ്ഞു കേട്ടോ. ഭഗവാനെ ആശ്രയിക്കാൻ കുട്ടികളെ ഉത്സാഹിപ്പിച്ചു. മനസ്സിലായോ? ഇങ്ങനെ എന്ത് കഷ്ടവും വിഷമവും ജീവിതത്തിൽ വന്നാലും നമുക്ക് രക്ഷിക്കാൻ ഭഗവാനുണ്ട്. ഈശ്വരൻ നമ്മോടൊത്തുള്ളപ്പോൾ ആശ്രയമറ്റവരാണോ നാം? ആണോ? അല്ല എന്നുള്ള ബോധ്യം വരണ്ടേ. ആ ബോധ്യം വരാത്തവരെന്ത് ചെയ്യും? ആശ്രയമറ്റു, എനിക്ക് ആരും ഒരുമില്ലല്ലോ എന്ന് പറഞ്ഞാൽ തൂങ്ങി ചാവാൻ പോവും, കള്ളുടിക്കാൻ പോവും, കച്ചാവടിക്കാൻ പോവും. മനസ്സിലായോ? റെയിൽ തലവയ്ക്കാൻ പോവും. ഇതിനൊക്കെ പോണെന്താ കാരണം? ആശ്രയിക്കാൻ ആലംബനമില്ല. ഭഗവാനെ ആശ്രയിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. ആ സംസ്കാരം ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ വലിയ പാഠമാണ് കേട്ടോ നമുക്ക്. അടുത്ത മുത്തശ്ശനാണ് ബ്രഹ്മാവ്. കുട്ടികളെ പരിഭ്രമിക്കേണ്ട, ഭഗവാനെ ഭജിക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും ചേർന്ന് ഭഗവാനെ അങ്ങോട്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോഴോ ഒട്ടനെ ഭഗവാൻ കേട്ടു. നമ്മുടെ അന്തര്യാമയിലെ കേൾക്കില്ലേ? ഭഗവാൻ ഒട്ടനെ ആ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി, അവരുടെ പ്രാർത്ഥന കണ്ട് അതിനെ പരിഹരിക്കാൻ വേണ്ടി അവതാരമെടുത്തു. ബ്രഹ്മാവിന്റെ മൂക്കിലൂടെ ഒരു ചാട്ടം, ഒരു സാധനം നോക്കുമ്പോ എന്താ? ഒരു വരാഹക്കുഞ്ഞ. ഇത്ര ഉണ്ടാവും, ഒരു കുഴിയാനോളം ഉണ്ടാവേ. നോക്കിക്കൂടെ വരാൻ അത്ര ചെറുതാവില്ലേ? നോക്കി നിൽക്കുമ്പോൾ ഒരു തള്ളയുടെ വരലിന്റെ വലിപ്പായി, പെരുവലിന്റെ വലിപ്പം. അപ്പോഴേക്കും ഒരു ആനയുടെ വലിപ്പം മാറി. അപ്പോഴേക്കും ആകാശം മുട്ടുന്ന ഒരു കുന്നിന്റെ വലിപ്പം, അപ്പോഴേക്കും ആകാശം മുട്ടുന്ന വലിപ്പം. നോക്കി നിൽക്കേ പെട്ടെന്ന് ആ വരാഹങ്ങൾ വലുതാവാൻ തുടങ്ങി. അപ്പം മഹർഷിമാർക്കൊക്കെ മനസ്സിലായി നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ഭഗവാൻ അവതരിച്ചതാന്ന്. എല്ലാവരും ഭഗവാനെ സ്തുതിച്ചു. തത്സമയം ആ ഭഗവാൻ അവരുടെ പ്രാർത്ഥന കേട്ട് സന്തോഷിച്ച് ഒരു ശബ്ദം ഉണ്ടാക്കി അതിന് മറുപടി പറഞ്ഞുകൊണ്ട് വാലുയർത്തി ആ തേറ്റ പുറത്തേക്ക് നീട്ടിക്കൊണ്ട് ഭൂമിയെ അന്വേഷിച്ചുകൊണ്ട്, ഭൂമി എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? ഭൂമിയുടെ ഗുണം ഗന്ധമാണ്. മനസ്സിലായോ? ആ ഗന്ധം അറിയാനുള്ള ഉപകരണം ഏതാ? ഇന്ദ്രിയ ഏതാ? മൂക്ക. ആ മൂക്കോട്ടല്ലേ മണറിയണേ. അതുകൊണ്ട് ഈ വരാഹം, പന്നി എങ്ങനെ നടക്കുകയൊക്കെ ഉണ്ടോ? ഈ ഭൂമി ഏറ്റവും സ്നേഹിക്കുന്ന ജീവി ആരാണ്? വരാഹം. ആ പന്നിയ അത് തലപ്പിളും താഴയ്ക്കുക, സൂം 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 ഇങ്ങനെ ആയിക്കൊണ്ട് നടക്കുക. നമുക്ക് ഉണ്ടോ? ശ്രദ്ധിച്ചോളൂ ഇനിയെങ്കിലും. വളർത്തണ പന്നി നോക്കിയാലും അങ്ങനെ തന്നെയാ അല്ലേ? എപ്പോഴും ഇങ്ങനെ മണത്ത് നടക്കുക. മനസ്സിലായോ? സൂം സൂം കരോതി ഇരുസൂകരഹ.
സൂകരഹ എന്നുള്ള വാക്യം അർത്ഥം അങ്ങനെ സൂം 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 എന്ന് പറഞ്ഞ് നടക്കുന്നത് അല്ലേ. അങ്ങനെ മണം പിടിച്ചുകൊണ്ട് നേരെ കുതിച്ചു, പാതാളത്തിലേ ഇരിക്കണത്. ആ വെള്ളം ആ ഭഗവാൻ ചാടിപ്പിളയ്ക്കും, പ്രളയജലം മുഴുവൻ ഇളകി മറിഞ്ഞു, ജലജീവികളൊക്കെ ഇളകി മറിയാൻ തുടങ്ങി. ആ പാതാളത്തിന്റെ അറ്റത്ത് കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഭൂഗോളത്തെ. എന്നിട്ട് അസുരന്മാർ കാവലാ. ആ അസുരന്മാരൊക്കെ അടിച്ച് ഓടിച്ചു പ്രഭു. അവിടെ ഗോഗോളം തേറ്റമ കോരിയെടുത്തു. ഇത്ര വലിയൊരു ഭൂഗോളം എടുത്തുകൊണ്ട് ആ വരാഹമൂർത്തിയായ ഭഗവാൻ മേലോട്ട് വരുമ്പോൾ ആ വരാഹമൂർത്തിയുടെ ആനയുടെ കൊമ്പ് പോലുള്ള തേറ്റയമേ ഈ വലിയ ഭൂഗോളം ഇരുന്നു. 14 ലോകമടക്കുന്ന ഒരു ഭൂഗോളം. എത്രയുണ്ടായിരുന്നു? ഒരു ആനക്കൊമ്പത്ത് ഒരു മുത്തങ്ങയുടെ കിഴങ്ങ് പത്തിയിരുന്ന എത്ര ഉണ്ടാവും? അത്ര ഉണ്ടായുള്ളൂ. മനസ്സിലായോ? ആനക്കൊമ്പത്ത് ഒരു മുത്തങ്ങയുടെ കിഴത്തിരി ഉണ്ടാവും അല്ലേ? കാണുന്നില്ല, ശ്രദ്ധിക്കാനില്ല അല്ലേ? അപ്പൊ എത്ര വലിപ്പുണ്ടായിരുന്നു ആ വരാഹമൂർത്തിക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ വരാഹമൂർത്തി അങ്ങനെ ഭൂഗോളത്തെ കൊണ്ട് വരുമ്പോഴാണ് ഹിരണ്യാക്ഷൻ ഭരണപുരിയിൽ നിന്ന് വിഷ്ണുവിനെ അന്വേഷിച്ചു കൊണ്ടുവരുന്നത്. വിഷ്ണുവിനെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു വിഷ്ണുരാകാശമുച്ചതേ സ്ഥാവരം ജംഗമം വിഷ്ണു സർവം വിഷ്ണുമയമാണ്. ഭക്തന്മാർക്ക് വിഷ്ണു അല്ലാണ്ട് ഇവിടെ ഒന്നുമില്ല അല്ലേ? വിശ്വം വിഷ്ണു സഹകാരമാണ്, വിശ്വം വിഷ്ണുവാണ്. ഈ വിശ്വം കാണുന്നൊക്കെ വിഷ്ണുവാണ് ഭക്തന്മാർക്ക്. പക്ഷേ ഇവിടെ അഭക്തനായ ഹിരണ്യാക്ഷനെ കാണാൻ പറ്റുമോ? അപ്പം അത് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? കാണിച്ചു തരാൻ ഒരു ഗുരുനാഥൻ വേണം. ഗുരുനാഥനാണ് നാരദൻ, എല്ലാവർക്കും ഗുരുവാ അല്ലേ? അങ്ങനെ ഹിരണ്യാക്ഷൻ വരുണപുരിയിൽ നിന്ന് വിഷ്ണുവിനെ അന്വേഷിച്ച് വരുന്ന സമയത്താണ് നാരദനെ കണ്ടുപിടി. നാരദനെ ചോദിച്ചു, മഹർഷേ എനിക്ക് വിഷ്ണുവിനൊന്ന് കാണിച്ചു തരുമെന്ന്. അപ്പോൾ നാരദൻ പറഞ്ഞു, വിഷ്ണു അല്ലേടോ ഇപ്പം തൻ്റെ മുമ്പിലൂടെ ഓടിപ്പോയത്? അതൊരു കാട്ടുപന്നിയല്ലേ എന്ന്. ഇയാൾ കണ്ടു ഭൂഗോളം കൊണ്ട് പോണത്. അപ്പോൾ ഇയാൾ പറഞ്ഞതാ അത് കാട്ടുപന്നിയായിരുന്നല്ലോ. എടോ തനിക്കറിയില്ലേ, വിഷ്ണു മായാവിയാണ്. വിഷ്ണു നേരെ ചെവിയൊന്നും വരില്ല അത്ര ശത്രുവിനെ നേരിടാൻ. മാത്രല്ല നിന്റെ ശക്തിയുടെ മുമ്പിൽ വിഷ്ണുവിന് ശക്തിയില്ല. നിങ്ങൾക്ക് ബ്രഹ്മാവ് തന്ന ഭൂമിയും കട്ടുകൊണ്ട് വേഷം മാറി ഓടിപ്പോവുക. നേരിടാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാ. വിടണ്ട അവനെ എന്ന് പറഞ്ഞ് ഭഗവാനെ ഒന്ന് ഇകഴ്ത്തിയും ഇവനെ ഒന്ന് പുകഴ്ത്തിയും പറഞ്ഞു. ഇവനൊരു യുദ്ധം കൊഴിയുണ്ടാവാൻ വേണ്ടിയിട്ട്. ഇത് കേട്ടതോടുകൂടി കാട്ടുപന്നിയുടെ രൂപത്തിൽ വന്നിരിക്കുന്ന വിഷ്ണുവാണ്. കാട്ടുപന്നി എല്ലാ രൂപത്തിലും വിളങ്ങുന്നത് വിഷ്ണുവാണ്. അത് കാണാൻ എല്ലാവർക്കും ആവില്ല. നാരദനെ പോലെയുള്ള മഹാന്മാർക്കല്ലേ പറ്റുള്ളൂ. അത് കാണിച്ചു തരാൻ അവർക്കല്ലേ പറ്റുള്ളൂ അല്ലേ? അതുകൊണ്ട് നാരദൻ പറഞ്ഞ മാർഗത്തിലൂടെ പോയപ്പോൾ അവന് ഭവന്തം സംപ്രാപതെന്ന വേണ്ട പോലെ ഭഗവാനെ അവൻ അടയാൻ പറ്റി. അപ്പോൾ ഭഗവാൻ ഭൂഗോളം ഹിരണ്യാക്ഷൻ്റെ ഈ ഭയങ്കര രൂപം കണ്ട് പിഴ പറക്കിയ ഭൂമിദേവിയെ യോഗശക്തി കൊണ്ട് വെള്ളത്തിൻ്റെ മുകളിൽ ഉറപ്പിച്ചു. അതിനുശേഷം ഭഗവാൻ തിരിച്ചു വന്നിട്ട് ഇവനോട് പറഞ്ഞു, അല്ല നീ എന്താ എന്നെ വിളിച്ചത്? കാട്ടുപന്നിന്നല്ലേ? എടാ നാട്ടുനായയെന്ന് തിരിച്ച് അതേ നാണയത്തിന് മറുപടി പറഞ്ഞു. നിന്നെപ്പോലെ നാട്ടുനായകളെ വേട്ടയാടാൻ എന്നെപ്പോലുള്ള പന്നികൾ കാട്ടിൽ നിന്ന് ഇറങ്ങി വരേണ്ടി വരും. വീരന്മാരും ശൂരന്മാരും നാവ് കൊണ്ടല്ലല്ലോ അവരെ പ്രഭാവം പ്രഭാഷിപ്പിക്കുക, ആയുധം കൊണ്ടല്ലേ. കഴിയുമെങ്കിൽ ആയുധം എടുക്കുക, യുദ്ധം ചെയ്യുന്നു. അങ്ങനെ വരാഹമൂർത്തിയും ഹിരണ്യാക്ഷനും തമ്മിൽ ഭയങ്കര യുദ്ധം ഉണ്ടായി. ആ യുദ്ധത്തിൻ്റെ അവസാനത്തിൽ എന്തായി? ആകാശത്തിൽ ബ്രഹ്മാവി ദേവന്മാരൊക്കെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ തന്നെ ഇവന് വേണ്ടാത്ത വരകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഭഗവാനെ, അതുകൊണ്ട് ഇവനെ ശക്തി കൂടുമ്പോഴേക്കും വധിക്കണം എന്നൊക്കെ ഭഗവാനോട് വന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ അവനെ കൊല്ലാൻ പറ്റില്ല. അവൻ്റെ അച്ഛൻ കശ്യപൻ ഭഗവാന്റെ ഭക്തന് മഹർഷിയാണ്. അദ്ദേഹം 2 പേർക്കും ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഓരോ ഗത കൊടുത്തിട്ടുണ്ട്. ഈ ഗത കയ്യിലുള്ളിടത്തോളം കാലം ഇവരെ ആർക്കും ജയിക്കാൻ കഴിയില്ല എന്ന് അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭക്തൻ്റെ വാക്കിനെ ഭഗവാൻ സത്യാക്കട്ടെ. അപ്പം എങ്ങനെയാണ് അവരെ കൊല്ലുക? അതുകൊണ്ട് ഇവൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയും ഗത താഴെ വെപ്പിക്കണം. അതിനുവേണ്ടി ഭഗവാനും ഹിരണ്യാക്ഷൻ തമ്മിൽ ഭയങ്കര യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാന്റെ കയ്യിലെ ഗത ഹിരണ്യാക്ഷൻ അടിച്ചങ്ങോട്ട് തെറിപ്പിച്ചു എന്ന് അവൻ വിചാരിച്ചതാ. ഇത്ര ശക്തനാണ് ഞാൻ, എൻ്റെ അടിയെ താങ്ങാൻ ശക്തിയില്ലാത്ത വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് ഗത തെറിച്ചു പോയി. അപ്പോൾ ഇവന് കുറച്ചും കൂടി അഹങ്കാരം വർദ്ധിച്ചുല്ലോ. വാസ്തവത്തിൽ അതായിരുന്നു സ്ഥിതി. അവനെ ഗത താഴെ വെപ്പിക്കാൻ വേണ്ടി ഭഗവാൻ ഇവൻ അടിച്ച് തെറിപ്പിച്ചു എന്ന് വിചാരിച്ചോട്ടേക്ക് ഭഗവാൻ സ്വയം ഗത അങ്ങോട്ട് കളഞ്ഞതാ, വിട്ടതാ. അപ്പോൾ ഭഗവാന്റെ കയ്യിൽ ഗത പോയപ്പോഴോ ആയുധമില്ലാത്ത ആളോട് എങ്ങനെ ആയുധം കൊണ്ട് യുദ്ധം ചെയ്യുക? അത് അധർമ്മല്ലേ എന്ന് പറഞ്ഞ് സ്വയം ഗത മാറ്റി കൊടുത്തു. ഗത വീക്ഷിച്ചു. എന്നിട്ടോ മുഷ്ടിയിരുട്ടിക്കൊണ്ട് ഭഗവാന്റെ മാറിൽ വന്നിരിക്കാൻ തുടങ്ങി. അങ്ങനെ ദ്വന്ദ്വയുദ്ധമായി. കുറേ നേരം ഭഗവാൻ അവനോട് യുദ്ധം ചെയ്ത് അവനെ രസിപ്പിച്ചു. എന്താ കാരണം? അതും ഭഗവാൻ ഭക്തന്റെ ആഗ്രഹം സാധിപ്പിക്കണ്ടേ? ഞാനല്ലേ സാധിപ്പിക്കുക, എൻ്റെ ഭക്തനല്ലേ, വിജയന്മാർ വിജയനാണല്ലോ. അവന് യുദ്ധക്കൊരു നല്ലനുണ്ടായല്ലോ. ആരും അവനോട് നേരിടാൻ പറ്റാത്തോണ്ടല്ലേ വരുണനോട് യുദ്ധത്തിന് പോയത്. വിഷ്ണുവിനെ കാണാൻ പറ്റും നിന്റെ യുദ്ധക്കൊരു തീർത്തതെന്ന് പറഞ്ഞിട്ടല്ലോ. അപ്പോൾ അവനെ കൊതി മാറോളം അവനായിട്ട് യുദ്ധം ചെയ്തു. അത് കഴിഞ്ഞിട്ടോ നിരീക്ഷിക്കാതിരിക്കുമ്പോൾ വിചാരിക്കാതിരിക്കുമ്പോൾ പെട്ടെന്ന് അവൻ്റെ കരടക്കുറ്റിക്ക് കൊടുത്തു കാതിൻ്റെ ചുവട്ടിലൊറ്റ പെട. അടി കിട്ടിയതും പല വട്ടം കറങ്ങി പപ്പരം കറങ്ങണമായി
ചോര ഛർദ്ദിച്ചുകൊണ്ട് ആ യുദ്ധക്കളത്തിൽ ഹിരണ്യാക്ഷൻ ചത്തു വീണു. അപ്പോൾ അത്ഭുതം ഉണ്ടായത്രേ. അവന് ഭഗവാൻ പൂർവ്വസ്മരണ ഉണ്ടാക്കി കൊടുത്തു. മരിച്ചത് ഒരു കാട്ടുപന്നിയുടെ അടിയേറ്റതാണെങ്കിലും മരിച്ചു വീണ ഹിരണ്യാക്ഷൻ കണ്ടത് കാട്ടുപന്നിയല്ല. മിന്നും പൊന്നിൻ കിരീടം, തരിവളകടകം, കഞ്ചി പൂഞ്ചേലമാല, ധന്യ ശ്രീവത്സ സൽക്കൗസ്തുഭവിടകരുതും ചാരുതോരന്തരാളം, ശംഖം ചക്രം ഗദാപങ്കജ വിവലസും 4 തൃക്കൈകളോടുകൂടി ശോഭിക്കുന്ന ഹരിവപസ്സു കണ്ടു. മഹാവിഷ്ണുവിൻ്റെ ദിവ്യകോമള രൂപം കണ്ടു. ഓ, ഭഗവാനാണ്, എൻ്റെ സ്വാമിയാണ്, വൈകുണ്ഠമൂർത്തിയാണ്, ഞാൻ അവിടുത്തെ ഭക്തനായ വിജയനായിരുന്നൊക്കെ ഓർമ്മ വന്നു. ഭഗവാൻ പൂർവ്വജന്മ സ്മരണ ഉണ്ടാക്കി ആ ജന്മത്തിൽ നിന്ന് മോചനം കൊടുത്തു. ആകാശത്തു നിന്ന് പുഷ്പവർഷം ചെയ്ത് ഈ ഹിരണ്യാക്ഷൻ്റെ ഭാഗ്യത്തെ വാഴ്ത്തി. ബ്രഹ്മാവി ദേവന്മാരൊക്കെ കാട്ടുപന്നിയായിട്ടല്ല ഭഗവാനെ കണ്ടത്, അല്ലേ? വ്യവഹാരത്തിൽ കാട്ടുപന്നിയല്ലേ. പക്ഷേ ഈ കാട്ടുപന്നിയുടെ രൂപത്തിൽ വന്നത് ആരാ? സാക്ഷാൽ മഹാവിഷ്ണു സർവേശ്വരൻ, യജ്ഞ സ്വരൂപനാണ്. അതുകൊണ്ട് യജ്ഞോ വൈ വിഷ്ണു എന്നർത്ഥമുണ്ട്. യജ്ഞം എന്നാൽ വിഷ്ണു അർത്ഥം. ആ വിഷ്ണു ഭഗവാനായിക്കൊണ്ട് യജ്ഞസ്വരൂപനായി കണ്ടുകൊണ്ട് മഹർഷിമാരൊക്കെ സ്തുതിച്ചു എന്ന് പറയാം. അങ്ങനെയാണ് ആ വരാഹ അവതാരത്തിൻ്റെ കഥ. ഇതൊക്കെ വായിക്കാൻ പോണുള്ളൂ. 4 മണിക്ക് ശേഷം പറയാമെന്ന് പറഞ്ഞാൽ നിങ്ങളാരും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വിളിച്ചു, ഉച്ചയ്ക്ക് റെസ്റ്റ് എടുത്തിരിക്കും, കുഴപ്പമില്ല. ഇതാപ്പം ഇനി ചായ കുടിച്ച് നിങ്ങൾക്ക് പോകാമല്ലോ. പിന്നെ വായന ഞങ്ങൾ വായിച്ച് തീർത്തോളാം. വായനയിലുള്ള പ്രധാനം ഭക്തന്മാർക്ക് കേൾക്കാൻ പറ്റില്ലല്ലേ, ഇതാണ്. അപ്പോൾ ഇവിടെ എന്താ ഒരു തത്വം നമ്മളെ ഓർമ്മിപ്പിച്ചത്? പല തത്വങ്ങളുണ്ട് ഇതിൻ്റെ പുറകിൽ. ഹിരണ്യാക്ഷൻ അവൻ ബഹിർമുഖനാണ്. അസുരൻ എന്ന് പറഞ്ഞാൽ വിഷയങ്ങളിൽ ആസക്തരായ ആളാണ്. അങ്ങനെയുള്ളവർക്ക് ഭഗവാനെ മനസ്സിലാവില്ല. മനസ്സിലായോ? അവൻ കാട്ടുപന്നിയായിട്ട് കണ്ടു. എന്നാൽ മഹർഷിമാരോ ശുദ്ധ മനസ്സുള്ളവരാ. അവർക്ക് ആ പന്നീരുള്ളിലുള്ള ഭഗവാനെ കാണാൻ പറ്റും. മനസ്സിലായോ? ഈ നമ്മുടെ കർമ്മത്തിനും രണ്ട് തരത്തിൽ കർമ്മം ചെയ്യാത്ത. കർമ്മം ഒന്ന് തന്നെയാണ്. പക്ഷെ ആ കർമ്മം സ്വാർത്ഥമായി നമ്മൾ ചെയ്യുമ്പോൾ, അഹങ്കാരത്തോടെ നമ്മുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ആ കർമ്മം കാട്ടുപന്നിയമായ നിന്ദ്യമാണ്. അതിലൂടെ പിന്നെയും കർമ്മവാസനകളുണ്ടായി വീണ്ടും ജനനമരണങ്ങൾക്ക് കാരണമാകും. കർമ്മബന്ധം ഉണ്ടാവും. എന്നാൽ അതേ കർമ്മം തന്നെ ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ഈശ്വരപൂജാഭാവത്തിൽ ഈശ്വരാർപ്പണമായി ചെയ്താലോ ആ കർമ്മമൊക്കെ യജ്ഞമായി. ആ കർമ്മമോ എല്ലാ കർമ്മവാസനകളും ക്ഷയിപ്പിച്ച് മനഃശുദ്ധി തന്ന് നമ്മളെ വൈകുണ്ഠപ്രാപ്തിക്ക് അർഹരാക്കും. കണ്ടോ? രണ്ടിനും കാരണം കർമ്മ. മനസ്സിലായോ? പക്ഷെ കർമ്മം ഭാവന കൊണ്ട് ഒരാളെ കർമ്മം ബന്ധിക്കുമ്പോൾ ഒരാളെ കർമ്മം ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ച് വൈകുണ്ഠപ്രാപ്തി നേടിക്കൊടുക്കണം. മനസ്സിലായോ? പക്ഷെ അതിന് നാരദനെ പോലുള്ള ഗുരുനാഥന്മാരുടെ ഉപദേശം കിട്ടിയാൽ നമുക്കതറിയാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? സംസ്കാര ദോഷം കൊണ്ട് അസുരൻ പന്നിയായി കണ്ട ആ വസ്തുവിനെ, കാട്ടുപന്നിയായി കണ്ട അതേ വസ്തുവിനെ മഹർഷീശ്വരന്മാർ യജ്ഞസ്വരൂപനായ മഹാവിഷ്ണുവായി കണ്ടോ? അപ്പോൾ നമ്മുടെ അറിവിൻ്റെയും സംസ്കാരത്തിൻ്റെയും വ്യത്യാസമനുസരിച്ചാണ് ഓരോരുത്തരും അവരവരുടെ കർമ്മങ്ങളെ സ്വാർത്ഥതയോടുകൂടി ചെയ്ത് അധപ്പതിക്കുന്നതും അഥവാ ഈശ്വരപൂജയായി ചെയ്ത് ആ ജീവിതത്തെ ഉദ്ധരിക്കുന്നതും. രണ്ടിനും നമുക്ക് പറ്റും. അപ്പോൾ ഗീതയിൽ ഭഗവാൻ പറയും, ഈ യജ്ഞം എന്താണ്? അവർ സ്തുതിച്ച യജ്ഞവരാഹാരാണ്. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മകൗന്ദേയ മുക്തസംഘസമാചര. 3-ാം അധ്യായം ഈ യജ്ഞവരാഹത്തിൻ്റെ കഥയുടെ തത്വമാണ്. ഇതാ കർമ്മയോഗമാണ് ഈ തത്വം. മനസ്സിലായോ? ജനങ്ങൾ കർമ്മങ്ങളെ യജ്ഞഭാവനയോടെ യജ്ഞമായി ഈശ്വര ആരാധനാരൂപത്തിൽ ചെയ്യാത്തത് കൊണ്ടാണ് കർമ്മവാസനകളെ കൊണ്ട് ജന്മങ്ങളും ബന്ധങ്ങളും കൂടാനിട വരുന്നത്. അതുകൊണ്ട് അർജുന, ഇനിയും അനേക ജന്മങ്ങൾക്ക് കാരണമാകുന്ന രീതിയിൽ നീ കർമ്മം ചെയ്യാതെ കർമ്മങ്ങളൊക്കെ യജ്ഞമാക്കി ഈശ്വര പൂജയാക്കി ചെയ്യൂ. ഇതാണ് പോയിന്റ്. മനസ്സിലായോ? നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കർമ്മങ്ങൾ സാധാരണ ചെയ്യുന്ന കർമ്മങ്ങൾ തന്നെ, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പക്ഷെ എല്ലാം ഇത് ഭഗവാന്റെ ആരാധനയാണ്, ഭഗവാന്റെ പൂജയാണ്, ഭഗവാൻ സന്തോഷിക്കാനാണ് ഞാൻ ചെയ്യുന്നത് എന്ന ഭാവനയോടുകൂടി ചെയ്യുമ്പോൾ അതൊക്കെ യജ്ഞമായി ഒന്നാന്തരം ഈശ്വര പൂജയും അതൊക്കെ നമ്മുടെ മനഃശുദ്ധിക്കും ദുർവാസനകൾ നീങ്ങാനും നമുക്ക് വൈകുണ്ഠപ്രാപ്തിക്കും ഈശ്വരപ്രാപ്തിക്കും മുക്തിക്കും കാരണമാകും. മറിച്ചായാലോ അഹങ്കാരത്തോടെ സ്വാർത്ഥതയോടെ ഒക്കെയാണ് നമ്മൾ ചെയ്യണമെങ്കിലോ ഇതേ കർമ്മം എത്ര ചെയ്താലും നമുക്ക് ശുദ്ധിയും കിട്ടില്ല, മുക്തിയും കിട്ടില്ല, വൈകുണ്ഠപ്രാപ്തിയും കിട്ടില്ല എന്ന് മാത്രമല്ല വൈകുണ്ഠത്തിൽ നിന്ന് ഭ്രഷ്ടരാകും. മനസ്സിലായോ? എന്നിട്ടോ ഈ സംസാരത്തിൽ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരും അർത്ഥം. 3 ജന്മം വേണ്ടി വന്നു ആ ജയവിജയമാർക്ക്, അല്ലേ? ആദ്യത്തെ ജന്മത്തിൽ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപു പോയി, 2-ാമത്തെ ജന്മത്തിൽ രാവണനും കുംഭകർണുമായി, 3-ാമത്തെ ജന്മത്തിലോ ശിശുപാലും ദന്തവക്തർന്നുമായി. മനസ്സിലായോ? എന്താ കാരണം? കയ്യിലിരിപ്പിൻ്റെ കുഴപ്പം, സ്വഭാവം നല്ലല്ലാത്തതുകൊണ്ട്, സംസ്കാരം നന്നല്ലാത്തതുകൊണ്ട്, അല്ലേ? അപ്പോൾ നമ്മുടെ സംസ്കാരത്തെ നന്നാക്കാൻ എന്താ വഴി? അതിനാണ് ഭാഗവതം, അതിനാണ് ഭഗവത് കഥകൾ, അതിനാണ് തിരുനാമജപം, അതിനാണ് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് കർമ്മം ഒക്കെ ചെയ്യാൻ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ
നമ്മുടെ സംസ്കാരത്തിൽ മാറ്റം ഉണ്ടാവും, മനസ്സ് ശുദ്ധീകരിക്കപ്പെടും. നമുക്കൊക്കെ നമ്മുടെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് മേലോട്ട് ഉയർന്ന് വൈകുണ്ഠപ്രാപ്തിക്ക് അർഹത തിരിച്ചു പോകാനുള്ള അർഹത ഉണ്ടായിത്തീരും എന്ന് ഈ കഥകൾ പഠിപ്പിക്കുക. എത്ര കഥകളാണ് സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇതൊക്കെ പറഞ്ഞതല്ലേ? വരാഹാവതാരം ശരിയല്ലേ? അപ്പോൾ ഇന്ന് ആദ്യത്തെ ദിവസം വരാഹാവതാരം വരെയാണ് കഥ പറയുന്നത്. ഓരോ ദിവസത്തെ ഭാഗമുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ദിവസത്തെ കഥ അവസാനിപ്പിക്കുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാ? നിങ്ങളുടെ കർമ്മം നന്നായില്ലെങ്കിൽ ജന്മം തുലഞ്ഞു പോകും എന്ന് പറയട്ട. മനസ്സിലായോ? കർമ്മദോഷം കൊണ്ടാണ് നമ്മൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്, ദുരിതം അനുഭവിക്കുന്നത്. കർമ്മം നന്നാക്കാൻ എന്താ വഴി? കർമ്മങ്ങളൊക്കെയും കർത്തവ്യമായുള്ള കർമ്മങ്ങളൊക്കെയും കർത്തവ്യമായി വരുന്ന കർമ്മങ്ങളൊക്കെ ഈശ്വരപൂരിയായി യജ്ഞഭാവനയോടെ ഈശ്വര ആരാധനമാക്കി ചെയ്യൂ. ഇത്രേ വേണ്ടൂ. ചിലവില്ല, പൈസ ചിലവില്ല, അതിന് പുഷ്പം വേണ്ട, നൈവേദ്യം വേണ്ട, പഴം മേടിക്കണ്ട, എണ്ണ വിളക്ക് ആവശ്യമില്ല, ചന്ദനത്തിന് കർപ്പൂരം ആവശ്യമില്ല. ഉണ്ടോ? എന്തൊക്കെ ഉണ്ടായിട്ടും ഭാവന മാറിയില്ലെങ്കിലോ കർമ്മം നമ്മളെ കൊടുക്കും. മനസ്സിലായോ? കേവലം ഭാവന ഒന്ന് മാത്രമേ വേണ്ടൂ എന്നർത്ഥം. അപ്പോൾ എന്തായി? നമ്മുടെ ലൗകിക ജീവിതം പോലും വൈകുണ്ഠപ്രാപ്തിക്കുള്ള അധ്യാത്മ സാധനയായി, ഈശ്വര പൂജയായി മാറി. മനസ്സിലായോ? ഭൗതിക ജീവിതം അധ്യാത്മ ജീവിതം അങ്ങനെ വേറെയില്ല. ഭാവന കൊണ്ടാണ് രണ്ടാവുന്നത്. മനസ്സിലായോ? ഈശ്വരന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഈശ്വരപ്രാപ്തി ലക്ഷ്യം വെച്ച് ജീവിതം തന്നെ ഈശ്വര ആരാധനമായി ജീവിക്കുന്ന ഒരാൾ ആരാ? ഈശ്വരഭക്തനും അധ്യാത്മ സാധകനുമാണ്. നേരെ മറിച്ച് ഈശ്വരൻ്റെ അടുത്ത് പോകണതും പൂരിക്കണതും ചെറുപ്പും വിളക്കൊക്കെ നടത്തുന്നതും ഈശ്വരനെ പ്രാപിക്കാനല്ല, ഈശ്വരൻ നശ്വരമായ ഭൗതിക വസ്തുക്കൾ നേടാനാണെങ്കിലോ അവൻ വാസ്തവത്തിൽ ഭക്തനല്ല, അഭക്തൻ. അവൻ സംസാരിയാണ്. മനസ്സിലായോ? അവൻ സംസാരത്തിൽ കിടന്ന് കഷ്ടപ്പെടാനും വലയാനും കറങ്ങാനും ഇടവരും. ഒരേ ആൾ തന്നെ, ഒരേ കർമ്മം തന്നെയാണ്. ഭാവനയുടെ വ്യത്യാസം കൊണ്ട് അയാൾ ഒരാൾ വൈകുണ്ഠത്തിലെത്തി, ഒരാൾ വൈകുണ്ഠത്ത് താഴോട്ടും വരണം. കേട്ടോ? ഇവിടെ കിടന്ന് കറങ്ങാനിട വരുന്നു. ഇത് നമ്മുടെ ഉത്തരവാദി ദൈവമോ? നമ്മുടെ ബുദ്ധി ഉപയോഗിക്കണം, വിവേകം. അത് നമുക്ക് ഇത്തരം കഥകൾ വേണം. മനസ്സിലായോ? ഇപ്പോൾ പണ്ടത്തെ ആൾക്കാരുടെ കഥകളാണ് പറയണമെങ്കിലും ആ കഥകളിലൂടെ തരുന്ന മെസ്സേജ് മുഴുവൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതല്ലേ? ശരിയോ? ഇതാണ് ഇവിടെ ഭഗവാന്റെ വാത്സല്യം, ഭഗവാന്റെ ഭക്തവാത്സല്യവും കാണിച്ചു ഈ കഥയിൽ. എന്താ? എത്രയോ കാലത്തെ ഭക്തിയുടെ ഫലമായിട്ടാണ്, ഈശ്വരനെ ഭജിച്ചതിൻ്റെ ഫലമായിട്ടാണല്ലോ ഒരാൾക്ക് വൈകുണ്ഠത്തിലെത്താൻ കഴിയുന്നത്. പക്ഷേ വാസനയുടെ ദോഷം കൊണ്ട്, അഹങ്കാരം കൊണ്ട് വേഗം കീഴ്പോട്ട് പോരൽ എളുപ്പം കഴിയും അല്ലേ? മേലോട്ട് കയറലാണ് വിഷമം. അങ്ങനെ ആ ദേവജീയന്മാർ ശനകാദികളുടെ ശാപം കൊണ്ട് കീഴ്പോട്ട് പോരുമ്പോൾ 3 ജന്മമാണ് അവർക്ക് അല്ലേ? പക്ഷെ ഭഗവാന്റെ കാരുണ്യം എന്താ? ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ തന്നെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല അവിടെ പോകുമ്പോൾ അല്ലേ, വൈകുണ്ഠത്തിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ ഞാൻ തന്നെ വന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാക്കി നിങ്ങളെ ആ അസുര ശരീരത്തിൽ നിന്ന് മോചിപ്പിച്ച് വൈകുണ്ഠത്തിലേക്ക് അയക്കാമെന്ന്. ഭഗവാന്റെ കാരുണ്യല്ലേ? ഭക്തന്മാർക്ക് 3 ജന്മം വേണ്ടി വന്നത്, അവരെ ഉദ്ധരിക്കാൻ ഭഗവാൻ 4 ജന്മം എടുത്തു അല്ലേ? അത് കാരുണ്യല്ലേ? ഭഗവാന്റെ ജന്മം നമ്മുടെ ജന്മം പോലെയല്ല, സ്വേച്ഛയാ സ്വീകരിക്കുന്ന അവതാരമാണ്. ഹിരണ്യാക്ഷനും ഹിരണ്യകശിപു പോയപ്പോൾ 2 അവതാരം. വരാഹരൂപിയായിട്ട് അവതരിച്ചത് ആ ഹിരണ്യാക്ഷനെന്ന് സായുജ്യം കൊടുത്തു. ഇനി ഹിരണ്യകശിപുവിന് നരസിംഹമൂർത്തിയായിട്ട്, ഇന്നലെ നരസിംഹ ജയന്തിയായിരുന്നു, അങ്ങനെ വന്നിട്ടാണ് സൽക്കരി കൊടുക്കുന്നത്. ഇവർ 2 പേരും രാവണ കുംഭകർണന്മാരായപ്പോൾ ശ്രീരാമാവതാരം എടുത്തിട്ടാണ് അവർക്ക് മുക്തി കൊടുത്തത്. അവസാനം 3ാമത്തെ ജന്മത്തിൽ ശിശുപാലൻ ദന്തവക്രനായപ്പോൾ കൃഷ്ണാവതാരം എടുത്താണ് അവർക്ക് സൽക്കരി കൊടുത്തത്. ഭഗവാൻ 4 അവതാരം എടുത്തില്ലേ? അതാണ് ഭഗവാന്റെ ഭക്തവാത്സല്യം. ഭഗവാന്റെ കാരുണ്യം എപ്പോഴും നമ്മുടെ പുറകേണ്ടെന്നർത്ഥം. അതായത് നമ്മൾ മറന്നാലും ഭഗവാൻ നമ്മളെ മറക്കില്ല. ഇത് ഭഗവാൻ മാത്രമേ ഉള്ളൂ ഈ വാത്സല്യം, ഈ കാരുണ്യം. ഇതൊക്കെ ഈ കഥകളിലൂടെ നമ്മളെ ഓർമ്മിപ്പിച്ചു. ഇനി നമുക്ക് ചായ കുടിക്കാം, വായന ഇരിക്കേണ്ടവർക്ക് ഇരിക്കാം. ഞങ്ങൾ വായന പൂർത്തിയാക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, ഹരേ